കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മലബാർ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇഡി റെയ്ഡ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്തായാലും തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായ സംസ്ഥാനത്തെ ബാങ്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ സഹകരണ ബാങ്കുകളാണ് ഇത്തരത്തിൽ എങ്കിൽ ഇപ്പോൾ നിരവധി ബാങ്കുകളിൽ ഇതിലേക്ക് കടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നതിലും ഇഡി പിടിമുറുക്കിയിരിക്കുക തന്നെയല്ലേ? രജനി, കണ്ണൂർ അർബൻ നിധി ബാങ്കിൽ മാത്രമല്ല സമാനമായ നിരവധി സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച വലിയ തോതിലുള്ള തട്ടിപ്പുകൾ, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും നിക്ഷേപകരെ വഞ്ചിക്കുകയും ചെയ്ത കേസുകളിലേക്ക് കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂർ താവക്കരയിലെ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ഏറ്റെടുക്കുകയും വ്യാപകമായ റെയ്ഡുകൾ ഒരേ സമയം 5 ജില്ലകളിൽ നിരവധി കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും തൃശൂരും റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കോഴിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡുകൾ നടക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും ഈ റെയ്ഡിൽ ഒപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി രേഖകളും ഒപ്പം തന്നെ കമ്പ്യൂട്ടറുകളും എല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നിലവിൽ 350ഓളം പരാതികളാണ് ഈ ബാങ്കിനെതിരെ ലഭിച്ചിട്ടുള്ളത്. അർബൻ നിധി ബാങ്കിനെതിരെ ലഭിച്ചിരുന്നത്. ഈ 350 പരാതികളിൽ 150 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം ഏറ്റെടുത്തു. പ്രധാനമായും 23 കേസുകളായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നേരത്തെ ഏറ്റെടുത്തിരുന്നത്. ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിന്റെ തുടർച്ചയായിട്ടാണ്, അനുബന്ധമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം നടത്തുന്നത്. വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായി ഈ നിധി ബാങ്കിലെ, കണ്ണൂർ അർബൻ നിധി ബാങ്കിലെ ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരുന്നു. അവർ വ്യക്തമാക്കുന്നത് അനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളിലെ തിരിമറി മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. ഒരേ സമയം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാപനത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഭാഗമായ നിരവധി ആളുകളുടെ വീടുകളിലുമായി പരിശോധന നടത്തുന്നത്. നിക്ഷേപ തട്ടിപ്പ് അർബൻ നിധി, എനി ടൈം മണി സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നത്. 35 കേസുകൾ വീതം ആണ് വിവിധ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട്, അതായത് വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് നേരത്തെ വിവിധ അന്വേഷണ ഗ്രൂപ്പുകളാക്കി തിരിച്ചന്വേഷണം ആരംഭിച്ചിരുന്നു. 35 കേസുകൾ വീതം ഓരോ അന്വേഷണ സംഘവും, അതായത് നിരവധി പരാതികൾ ലഭിച്ചു, നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരുന്നു. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ, 150 കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിൽ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. പ്രത്യേകിച്ച് ജിജീഷ്, അതായത് ഈ പരാതികളൊക്കെ തന്നെ വന്നപ്പോൾ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് അത് ക്രൈംബ്രാഞ്ച്, അപ്പോൾ തന്നെ ഒരു നടപടികളും ഉണ്ടായില്ല. ഇവിടെ നമ്മൾ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ കണ്ടലയിലും ഒക്കെ കണ്ടതിന് സമാനം തന്നെയല്ലേ ഈ കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പിലും ഉണ്ടായിരിക്കുന്നത്? രജനി, തീർച്ചയായും എങ്ങനെയാണോ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് CPI നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത്, CPI നേതാവ് എൻ ബാസുരാങ്ങന്റെ നേതൃത്വത്തിൽ നടത്തിയത്, കരുവന്നൂർ സഹകരണ ബാങ്കിൽ എങ്ങനെയാണോ CPMന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ സഹകരണ തട്ടിപ്പ് നടത്തിയത്, നിക്ഷേപ തട്ടിപ്പ് നടത്തിയത്, അതിന് സമാനമായി തന്നെയാണ് ഇതുപോലുള്ള മറ്റ് സഹകരണ തട്ടിപ്പുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്ത് സഹകരണ കോപ്പറേറ്റീവ് ബാങ്കുകൾ നടത്തുന്ന വലിയ തട്ടിപ്പുകൾ, അതിൽ പണം നിക്ഷേപിച്ചവർ വഞ്ചിതരാകുന്നു. ഒപ്പം തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അനധികൃതമായി ലോണുകൾ അനുവദിക്കുന്നു, അതിന് പ്രത്യേക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. CPMന് പാർട്ടിക്ക് തന്നെ അത്തരത്തിൽ ഭരണം നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് തന്നെ ഇത്തരം ബാങ്കുകളിൽ അനധികൃത അക്കൗണ്ടുകളും വ്യാജ പേരുകളിലുള്ള അക്കൗണ്ടുകളും കള്ള അക്കൗണ്ടുകളും എല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെ നിരവധി സഹകരണ ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം സഹകരണ ബാങ്കുകളിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് അനുബന്ധമായുള്ള മറ്റു തട്ടിപ്പുകളിലേക്ക് കൂടി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടും കള്ളപ്പണ ഇടപാടും നടന്നു എന്ന് വ്യക്തമായിട്ടുള്ള മറ്റു സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നത്. മാത്രമല്ല ഫെമ ലംഘനങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്തതുപോലെ തന്നെ അന്വേഷണ സംഘത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്യുന്നത്. അനുദിനം സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച്
സംബന്ധിച്ച് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ, CPI നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ ഒരുപോലെ പങ്കാളികളാകുന്നു എന്നുകൂടിയാണ് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇത്തരത്തിലുള്ള മുഴുവൻ നിക്ഷേപ തട്ടിപ്പുകളിലേക്കും അന്വേഷണം നീളുന്നു. പ്രത്യേകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. രജനി, ശരി. കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മലബാർ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇഡി റെയ്ഡ് പുരോഗമിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.